ഹായ് ഓൾ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് പോയ കഥയാണ്. ആ പോയ കഥ പറയാതിരിക്കുന്നതാണ് അതിലും ഭേദം. എന്തായാലും പോയതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം എനിക്കുണ്ടായി. എൻ്റെ കണ്ണുടക്കിയത് ഈ കടയിലേക്കായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവിടെ കയറണമെന്ന് ഞാൻ വിചാരിച്ചു. കയറി. പക്ഷെ ആ കടയിലല്ല, മറ്റൊരു കടയിൽ. ഇവനെ കയ്യോടെ വാങ്ങുകയും ചെയ്തു. ആളെ മനസ്സിലായില്ലേ? അതെ, ഇവനാണ് നമ്മുടെ സ്വന്തം ലോറ പെറ്റാലം. വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് മാത്രമുള്ള ഇവൻ നമ്മുടെ ഗാർഡൻ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇവനൊരു മസ്റ്റ് ബൈ ഐറ്റം തന്നെയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് കയ്യോടെ അങ്ങ് നട്ടേക്കാന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കച്ചിയാണ്. കാരണം നമ്മുടെ ഇവിടെ മണൽ കിട്ടാൻ കുറച്ച് പാടാണ്. അത് മാത്രമല്ല, എൻ്റെ കയ്യിലുണ്ടാകുന്ന ചകിരിച്ചോറിൻ്റെ സ്റ്റോക്കും തീർന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ ചെടി നടാൻ ഉദ്ദേശിച്ചതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇലകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെടി വളർത്തിയെടുത്ത ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അവരൊക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഫ്ലോപ്പ് ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അതിൻ്റെ കവറൊക്കെ റിമൂവ് ചെയ്ത് കച്ചിയൊക്കെ രണ്ട് സൈഡിലോട്ട് ഞാൻ മാറ്റി വെച്ചേ. ഈ ചെടി വാങ്ങിയ കടയിൽ നിന്ന് തന്നെ ഞാനൊരു ഓർഗാനിക് ഫെർട്ടിലൈസറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. സമൃദ്ധി ജൈവവളം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ജൈവവളമാണെന്നാണ് അവിടെ കടയിലുണ്ടായിരുന്ന ചേച്ചി പറഞ്ഞത്. ഈ ഒരു പാക്കറ്റിന് 75 രൂപയാണ് എനിക്കായത്. 100 ഗ്രാം മുതൽ 1 കിലോ വരെ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് കൊടുക്കാമേ. 10ൽ പരം ജൈവവളങ്ങൾ കൃത്യമായ അനുപാതത്തിൽ ചേർത്ത് ശാസ്ത്രീയമായി നിർമ്മിച്ച വളക്കൂട്ടാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ അടങ്ങിയ ഒരു ജൈവവളമാണ് ഇത്. എല്ലാ വിളകൾക്കും ചെടികൾക്കും ഒക്കെ അത്യുത്തമമാണെന്ന് ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇത് ചെടികളൊക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ കിട്ടണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഏത് വളമാണ് ചേർക്കുന്നതെന്നൂടെ കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് പ്രയോജനപ്പെടുവേ. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഇതുവരെയായിട്ടും പൊട്ടിച്ചില്ല. അത് പൊട്ടിച്ചിട്ട് പതുക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ചാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. മിക്സെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചെടി അതിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നി കച്ചി കുറച്ച് കൂടിപ്പോയോ എന്ന്. പിന്നെന്താ, കയ്യോടെ അതിനെ പുറത്തേക്ക് വെച്ച് കുറച്ചങ്ങ് മാറ്റിയേ. വേണ്ടത്ര മാത്രം തിരിച്ചിട്ടതിന് ശേഷം ചെടി അതിലേക്ക് വെച്ചു. പിന്നീട് വന്ന ഗ്യാപ്പിൽ നമ്മൾ ആ തിരിച്ചിട്ട കച്ചിയും മണ്ണും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇട്ട് ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തേ. അങ്ങനെ നമ്മുടെ ലോറ പെറ്റാലം ഇവിടെ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളർച്ചയുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഞാൻ വഴിയെ അറിയിക്കാമേ. ചട്ടിയിൽ വെക്കുന്നതിനേക്കാൾ ഇവനെ നിലത്ത് നടുന്നതിനാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ സ്ഥലപരിമിതി മൂലമാണ് ഞാൻ അവനെ ചട്ടിയിൽ തന്നെ നിർത്തിയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.